എവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പോർട്സ് ഇവന്റ് ആണ്, വിമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്. നമ്മൾ ക്ലാസ്സിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ നോട്ട്സും മറ്റു കാര്യങ്ങളും ലഭിക്കാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര് ദ സി എ അനലിസ്റ്റ് തന്നെയാണ്. അത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നോട്ട്സും മറ്റ് പോൾ ക്വസ്റ്റനൊക്കെ നമ്മൾ അവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് സമയം കളയണ്ട, നേരെ നമുക്ക് കണ്ടന്റിലോട്ട് പോവാം. നോക്കണേ, വിമൺസ് വേൾഡ് കപ്പ് 2025. വനിതാ വേൾഡ് കപ്പിനെ പറ്റി പറയുമ്പോൾ വനിതാ വേൾഡ് കപ്പിന്റെ ചരിത്രം ആരംഭിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1973 വിമൺസ് വേൾഡ് കപ്പ് ആരംഭിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് എഡിഷൻ നടക്കുന്നത് 1973. ആദ്യ എഡിഷനിൽ അതിന്റെ വേദി എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആയിരുന്നു വേദി. ആദ്യം കപ്പടിച്ചതും ആര് തന്നെയാ? ഇംഗ്ലണ്ട് തന്നെയാണ് ആദ്യം കപ്പടിക്കുന്നത്. എന്നാൽ ഇന്ത്യ ആദ്യമായിട്ട് വിമൺസ് വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1978. കാരണം ഇന്ത്യ ആയിരുന്നു 1978 വേദി, ഇന്ത്യ ആയിരുന്നു. അപ്പൊ ആദ്യ തവണ ഇംഗ്ലണ്ട് വിജയിച്ചു, രണ്ടാം തവണ കപ്പടിച്ചത് ഓസ്ട്രേലിയ ആണ്. 1976 ഇന്ത്യയിൽ വനിതകൾ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങുന്നത്. എന്നാൽ ഈ പറയപ്പെടുന്ന വനിതകളുടെ കേസിൽ വലിയ രീതിയിലുള്ള അനീതി ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പുരുഷ വേൾഡ് കപ്പ് ആരംഭിക്കുന്നത് 1975. അതിനു മുന്നേ തന്നെ വിമൺസ് വേൾഡ് കപ്പ് ആരംഭിച്ചിരുന്നുവെങ്കിലും അവർക്കൊന്നും ഈ പറയുന്ന വലിയ രീതിയിലുള്ള ഒരു ഫെയിം, ഈ പറയുന്ന പുരുഷ താരങ്ങൾക്ക് 1983 വേൾഡ് കപ്പിൽ കപിൽ ദേവിന്റെ സംഘം കിരീടം നേടിയ ശേഷം അവർക്ക് കിട്ടിയൊരു ഹൈപ്പ് ഉണ്ട്. ആ ഹൈപ്പൊന്നും വനിതകൾക്ക് ഉണ്ടായിരുന്നില്ല. ആത്മാർത്ഥമായിട്ട് പറയട്ടെ, എനിക്ക് ആദ്യമായിട്ട് ഇന്ത്യക്കൊരു വിമൺസ് ക്രിക്കറ്റ് ടീം ഉണ്ടെന്നും അതിന് മിതാലി രാജ് എന്നൊരു ക്യാപ്റ്റൻ ഉണ്ടെന്നും ഞാൻ ആദ്യം അറിയുന്നത് 2017 2017 ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് ഇന്ത്യൻ വനിതകൾ എത്തിച്ചേർന്ന നിമിഷം, അന്ന് ഫൈനലിൽ ഇന്ത്യൻ വനിതകൾ എത്തി. അന്ന് ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റൻ മിതാലി രാജ് ആയിരുന്നു. ആ മിതാലി രാജ് ഒരു പ്രസ് മീറ്റ് നടത്തി, പ്രസ് കോൺഫറൻസ് നടത്തുകയാണ്. ഈ പറയുന്ന കണക്ക് അഭിസംബോധന ചെയ്യാണ് മാധ്യമപ്രവർത്തകരെ. അഭിസംബോധന ചെയ്യുമ്പോൾ, ഫൈനലിന് മുന്നോടിയായിട്ട് അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു പാകിസ്ഥാനി റിപ്പോർട്ടർ ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റനായ മിതാലി രാജിനോട് ഒരു ചോദ്യം: താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വനിതാ ക്രിക്കറ്റ് താരമാര് എന്നായിരുന്നു, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷ ക്രിക്കറ്റ് താരമാര് എന്നാണ് മിതാലി രാജിനോട് ആ പാകിസ്ഥാനി റിപ്പോർട്ടർ ചോദിച്ചത്. അത് ആർക്കങ്ങോട്ട് ദഹിച്ചില്ല, മിതാലി രാജിന് അങ്ങോട്ട് ദഹിച്ചില്ല. കാരണം അല്ലെങ്കിൽ തന്നെ പുരുഷ താരങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പരിഗണനയും വനിതാ താരങ്ങൾക്കില്ല. അവർക്ക് അവരുടെ കളികൾ കാണാൻ ആരുമില്ല, അവരുടെ കളികളൊന്നും ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നില്ല. ഈവൻ സാലറി പോലും അവർക്ക് തുല്യമല്ല. പുരുഷ താരങ്ങൾക്ക് ഒരു സ്കെയിലും വനിതാ താരങ്ങൾക്ക് വളരെ താഴ്ന്ന ഒരു സ്കെയിലും. ഈ അനീതികളിലെല്ലാം പൊറുതിമുട്ടി നിൽക്കുകയാണ്. ആരും തിരിച്ചറിയപ്പെടുന്നില്ല അവരെ. അത്തരം അനീതി നിലനിൽക്കുകയാണ് അവരുടെ കേസിൽ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ റിപ്പോർട്ടിന്റെ ചോദ്യം. ഇഷ്ടപ്പെടുവോ? ഇല്ല. ആ റിപ്പോർട്ടിനോട് മിതാലി രാജ് നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് തിരിച്ചു ചോദിച്ചു: താങ്കൾ ഈ ചോദ്യം ഏതെങ്കിലും ഒരു പുരുഷ താരത്തോട് ചോദിക്കുമോ എന്നായിരുന്നു മിതാലി രാജിന്റെ സ്റ്റാൻഡ്. ഇന്ത്യ ഒട്ടുക്ക് വലിയ രീതിയിൽ ആ സ്റ്റേറ്റ്മെന്റ് ചർച്ചയായി. ഇന്ത്യൻ വനിതകൾ അനുഭവിക്കുന്ന ആ നീതി നിഷേധത്തിന്റെ കഥ നാട്ടുകാർ മൊത്തം അറിഞ്ഞു. അങ്ങനെ ആ ഫൈനലില് 10 പേര് ആ കളി കാണാൻ ഉണ്ടായിരുന്നു. പക്ഷെ കളി കണ്ടു, ഈ പറഞ്ഞ കണക്ക് ഇന്ത്യക്ക് ആ മത്സരം പരാജയപ്പെടുന്നു, ഇന്ത്യ ഫൈനലിൽ തോറ്റു. എങ്കിൽ പോലും 4 പേര് ആ കളി കണ്ടു, അവർക്ക് ആ ഒരു അംഗീകാരം കിട്ടി. അവര് എയർപോർട്ടിലേക്ക് വന്നപ്പോൾ കുറെ ആൾക്കാർ എന്ത് ചെയ്തു, അവരെ സ്വീകരിക്കാനായിട്ട് പോയി. ഇന്ത്യൻ ദേശീയ പതാക ഇന്ത്യക്ക് വന്ന് സ്വീകരിക്കാനായിട്ട് പോയി. അവരെ കണ്ടപാടെ തന്നെ ഇവർ തിരിഞ്ഞോടി. കാരണം തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി, കളി തോറ്റേണ്ടി തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി നാട്ടുകാർ മൊത്തം ഒത്തുകൂടിയെന്നാണ് അവർ വിചാരിച്ചത്. അടുത്തിടെ നമ്മുടെ ഹർമൻപ്രീത് കൗറും അതുപോലെ തന്നെ സ്മൃതി മന്ദാനൊക്കെ ഇരിക്കുന്ന ഇന്റർവ്യൂവില് ഒരു താരം ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഓസ്ട്രേലിയക്കെതിരെ സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ജമീമ റോഡ്രിഗസ് ചോദിക്കുന്നുണ്ട്, ഞാനന്ന് അണ്ടർ 13 കളിക്കുകയായിരുന്നു, ഞാൻ താങ്കളെ എല്ലാവരെയും സ്വീകരിക്കാനായിട്ട് 2017 വേൾഡ് കപ്പ് സമയത്ത് ഞങ്ങൾ വന്നിരുന്നു, പക്ഷെ ഞങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ എന്തിനാ തിരിഞ്ഞോടിയത്? അത് വേറൊന്നും കൊണ്ടല്ല, അവര് ഞങ്ങളെ തല്ലാനായിട്ട്, നാട്ടുകാരെ മൊത്തം തല്ലാനായിട്ട് ഓടിക്കൂടിയെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, തിരിഞ്ഞോടിയത് എന്നാണ് പറഞ്ഞത്. നോക്കണേ, അവരുടെ നിസ്സഹാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ അതായിരുന്നു അവരുടെ സിറ്റുവേഷൻ. അങ്ങനെ ഒരു ക്രൗഡൊന്നും ഇതിനു മുമ്പ് അവർക്ക് വന്നിരുന്നില്ല. പക്ഷെ അതിൽ നിന്ന് അവർ നേടിയെടുത്ത ഉയരം ചെറുതൊന്നുമല്ല. അതിനുശേഷം അവർ പടിപടിയായി ഉയരുന്നു. അവരുടെ സാലറി പുരുഷ താരങ്ങൾക്കും വനിതാ താരങ്ങൾക്കും തുല്യ വേതനം പ്രഖ്യാപിക്കുന്നു. പുരുഷ താരങ്ങൾക്കും വനിതാ താരങ്ങൾക്കും
തുല്യവേതനം പ്രഖ്യാപിച്ച ആദ്യ ക്രിക്കറ്റ് ബോർഡ് ന്യൂസിലാൻഡിന്റെ ക്രിക്കറ്റ് ബോർഡാണ്. ന്യൂസിലാൻഡിന്റെ ക്രിക്കറ്റ് ബോർഡാണ് പുരുഷ താരങ്ങൾക്കും വനിതാ താരങ്ങൾക്കും തുല്യവേതനം പ്രഖ്യാപിച്ച ആദ്യ ക്രിക്കറ്റ് ബോർഡ്. രണ്ടാമത്തെ ക്രിക്കറ്റ് ബോർഡാണ് BCCI എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അങ്ങനെ അവരെ പരിഗണിക്കുന്നു, അവരെ കളി കാണാനും 10 പേരുണ്ടാവുന്നു. അങ്ങനെ അവരും ഒരു ബ്രാൻഡിങ്ങിലോട്ട് മാറുന്നു. വലിയ രീതിയിൽ അവരും എന്ത് ചെയ്യുന്നു. ഇന്ന് 8 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയിൽ വെച്ച് ആ കളി നടക്കുമ്പോൾ പുരുഷ താരങ്ങൾക്ക് ലഭിച്ച അതേ പരിഗണന, രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ലഭിച്ച അതേ പരിഗണന ഈ പറയപ്പെടുന്ന ഹർമൻപ്രീത് കൗറിനും സ്മൃതി മന്ദാനയ്ക്കും ഹർലിൻ ഡിയോളിനും ഈ പറയുന്ന അവർക്ക് ലഭിച്ചു എന്ന കാര്യം ചെറിയ കാര്യമല്ല. അതവർ കഷ്ടപ്പെട്ട് നേടിയെടുത്താണ്. ഇന്നവർ കളിക്കുന്നത് ആളൊഴിഞ്ഞ സ്റ്റേഡിയത്തിലല്ല, ആളൊഴിഞ്ഞ ഗാലറിയിലല്ല, അവർ കളിക്കുന്നത് നിറഞ്ഞ സ്റ്റേഡിയത്തിലാണ്. കഴിഞ്ഞ ഫൈനൽ വേൾഡ് കപ്പിൽ ഞാൻ കണ്ടത് ജിയോ ഹോട്ട്സ്റ്റാറില 58 കോടി പേരാണ് ലൈവ് കണ്ടത് ആ കളി. അത് അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്താണ്. ആ കഥയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2025 നോക്കണേ. വിമൻസ് വേൾഡ് കപ്പ് ആരംഭിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1973 വേദി ഇംഗ്ലണ്ടാണ്. കപ്പടിച്ചതും ഇംഗ്ലണ്ട് തന്നെ. രണ്ടാമത് കപ്പടിച്ചത് ഓസ്ട്രേലിയയാണ്. ഇത്തവണ നമുക്കറിയാം ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഈ പറയപ്പെടുന്ന വിമൻസ് വേൾഡ് കപ്പ് നടക്കുക അല്ലേ. അങ്ങനെ നോക്കുമ്പോ 2025 അരങ്ങേറിയത് വിമൻസ് വേൾഡ് കപ്പിന്റെ ചരിത്രത്തിലെ എത്രാമത്തെ എഡിഷൻ ആണ്, എത്രാമത്തെ പതിപ്പാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 13ാമത്തെ എഡിഷൻ ആണ്. ഇത്തവണത്തെ വേദി ഇന്ത്യയിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലുമാണ്. ഇത്തവണത്തെ വേദി ഇന്ത്യയിലും അതുപോലെ തന്നെ ശ്രീലങ്കയുമാണ് ഇത്തവണത്തെ വിമൻസ് വേൾഡ് കപ്പിന്റെ വേദി. നോക്കണേ, ഇന്ത്യ ഇത് 4ാം തവണയാണ് വിമൻസ് വേൾഡ് കപ്പിന് വേദിയാവുന്നത്. ഇന്ത്യ ഇത് 4ാം തവണയാണ് വിമൻസ് വേൾഡ് കപ്പിന് വേദിയാവുന്നത്. ആദ്യ തവണ 1978 പിന്നെ 1997 പിന്നെ 2013 പിന്നെ ഇപ്പോൾ ഇതാ 2025 അങ്ങനെ 4 തവണ ഇന്ത്യ വേദിയായി മാറുന്നു. ഇത്തവണത്തെ വിമൻസ് വേൾഡ് കപ്പിന്റെ ഭാഗ്യചിഹ്നം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അത് ബ്ലേസും ടോങ്കുമാണ്. ബ്ലേസ് ആൻഡ് ടോങ്. ഇത് കഴിഞ്ഞ 2023 പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഭാഗ്യചിഹ്നവും ഇതേ ബ്ലേസും ടോങ്കും തന്നെയാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ഭാഗ്യചിഹ്നം ബ്ലേസും അതുപോലെ തന്നെ ടോങ്കുമാണ്. ബ്ലേസും അതുപോലെ തന്നെ ടോങ്കുമാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്ലേസിനെയും ടോങ്ങിനെയും പറ്റി പറയുമ്പോൾ ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങളാണ്. ബാറ്റും ബോളും നിൽക്കുന്ന ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ബ്ലേസും ടോങ്കും എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ഏതൊരു ഇവന്റ് നടക്കുമ്പോഴും ഒരു ഭാഗ്യചിഹ്നം ഉണ്ടാവാറുണ്ട്. ഇവിടെ അത് ബ്ലേസും ടോങ്കുമാണ്. ഇനി ഔദ്യോഗിക ഗാനം, ഒഫീഷ്യൽ സോങ്, ഒഫീഷ്യൽ മാച്ച് സോങ് ബ്രിങ് ഇറ്റ് ഹോം. അപ്പൊ ഔദ്യോഗിക ഗാനം ഏത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ്, അത് ബ്രിങ് ഇറ്റ് ഹോം ആണ്. എന്ന് മുതൽ എന്ന് വരെയാണ് ഇത്തവണത്തെ വിമൻസ് വേൾഡ് കപ്പ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2025 സെപ്റ്റംബർ മാസം 30 മുതൽ 2025 നവംബർ മാസം 2 വരെ അല്ലേ. അപ്പൊ 2025 സെപ്റ്റംബർ മാസം 30 മുതൽ 2025 നവംബർ മാസം 2 വരെയാണ് ഈ പറയപ്പെടുന്ന വിമൻസ് വേൾഡ് കപ്പ് നടന്നത് എന്ന കാര്യം ഓർക്കുക. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ചോദിക്കത്തൊന്നുമില്ല അങ്ങനെ. ഇനി ദ ടോട്ടൽ ടീം പാർട്ടിസിപ്പേറ്റ്, ആകെ എത്ര ടീമുകളാണ് പങ്കെടുത്തത്? ആകെ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 8. ആകെ എത്ര മത്സരങ്ങൾ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 31 മത്സരം നടക്കുന്നു. ഫൈനലിന്റെ വേദി എവിടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞത് DY പാട്ടീൽ സ്റ്റേഡിയം, നവി മുംബൈ. അപ്പൊ നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയമാണ് ഇത്തവണ ഫൈനലിന്റെ വേദി. ഫൈനലിൽ ഏറ്റുമുട്ടിയത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 298 റൺസ് എന്ന വിജയലക്ഷ്യം സൗത്ത് ആഫ്രിക്കയെ മേൽ ഉയർത്തുന്നു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയുടെ പോരാട്ടം 52 റൺസ് അകലെ അവസാനിക്കുന്നു. അപ്പൊ 52 റൺസിനാണ് ഇന്ത്യ വിജയിക്കുന്നത്. ആ പോയിന്റ് ഓർത്ത് വെക്കണേ. അടുത്തിടെ ചോദിച്ചു ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ വിജയിച്ച 4 വിക്കറ്റിനല്ലേ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ 52 റൺസിനാണ്, നോക്കണേ നിങ്ങൾ, 52 റൺസിനാണ് ഇന്ത്യ വിജയിക്കുന്നത് എന്ന കാര്യം അവിടെ ഓർക്കുക. റണ്ണറപ്പായി മാറുന്നത് സൗത്ത് ആഫ്രിക്ക ആണെന്ന് പറഞ്ഞു. ഇനി കിരീടത്തിലേക്ക് നയിച്ച ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റന്റെ പേര് ഹർമൻപ്രീത് കൗർ എന്നാണ്. ഞാൻ ആ കളി ലൈവ് കണ്ടതാണ്. കൃത്യം 12 മണിക്ക് അടിക്കപ്പോൾ ഹർമൻപ്രീതിന്റെ കയ്യിലേക്ക് ആ ക്യാച്ച് വന്ന് വീഴുന്നു. 10ാമത്തെ വിക്കറ്റ് വീഴുന്നു. ഹർമൻപ്രീത് കൗർ ആ ബോളിംഗ് കൊണ്ട് ഓടുന്ന ദൃശ്യം ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ഹർമൻപ്രീത് കൗറിന് ഇത്തവണ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. നമ്മളത് പഠിപ്പിച്ചതാണ്. ഇനി ഇന്ത്യൻ ടീമിന്റെ കോച്ച് ആര് എന്ന് ചോദിച്ച പറഞ്ഞമാരാണ്, അത് അമോൽ മസുംദാർ ആണ്. അമോൽ മസുംദാർ, അദ്ദേഹത്തിനും വലിയൊരു കഥ പറയാനുണ്ട്. കാരണം ഒരു തവണ പോലും അദ്ദേഹം ഒരു ആഭ്യന്തര പ്ലെയർ ആയിരുന്നു, നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷെ ഒരു തവണ പോലും അദ്ദേഹത്തിന് ഒരു സീനിയർ ടീമിൽ കളിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതിന്റെ റിവഞ്ച് കൂടെ അയാൾ എടുക്കുകയാണ്. ഇന്ത്യൻ വനിതകൾ ആദ്യമായിട്ട് വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ മുത്തമിടുമ്പോൾ
അതിൽ അമോൽ മസുംദാർ എന്ന പേരും തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടും. ഓക്കെ, ഇനി സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റന്റെ പേര് ലോറ എന്ന് പഠിക്കുക. ലോറ വോൾവാർഡ്. സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ കോച്ചിന്റെ പേര് മാൻഡല മാഷിംബി. ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് മണ്ടയില്ല എന്നാണ്. ഓക്കെ, മണ്ടയില്ല മാഷിംബി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, കണ്ടോ ഈ പറയുന്ന ഹർമൻപ്രീത് കൗർ ആ കളി കണ്ടവർക്കറിയാം. ഒരു പഞ്ചാബി നൃത്ത ചുവടുകളുമായി വന്ന് ആ കിരീടം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്റെ സഹതാരങ്ങൾ കൊടുക്കുന്ന ചിത്രമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കണേ, ഈ കുട്ടിയുടെ പേര് ഷഫാലി വർമ്മ എന്നാണ്. നിങ്ങൾ ഇവിടെ ഒരു വീൽ ചെയർ കണ്ടോ? ഈ വീൽ ചെയറിലെ താരം ശരിക്കും പറഞ്ഞാൽ ഈ ഷഫാലി വർമ്മ എന്ന് പറയുന്ന താരം ശരിക്കും പറഞ്ഞാല് 15 ടീമിൽ ഇടം നേടിയിരുന്നില്ല. എന്നാൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറങ്ങിയിരുന്നു. 21 വയസ്സുള്ള ഷഫാലി വർമ്മയ്ക്ക് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറങ്ങിയിരുന്ന താരത്തിന് പരിക്കേറ്റപ്പോൾ പകരക്കാരിയായിട്ട് ടീമിൽ ഇടം കയറിയ വ്യക്തിയാണ് ഈ പറയുന്നത്. ഈ താരത്തിന് വലിയ ചെറിപ്പുണ്ട്. ഓപ്പണിംഗ് താരമായിരുന്നു അവർക്ക് പരിക്കേറ്റപ്പോൾ പകരക്കാരമായി ടീമിൽ വന്നു. ഫൈനലിൽ അവർക്കൊരു അവസരം കിട്ടി. 78 പന്തുകളിൽ 87 റൺസ് നേടി 2 വിക്കറ്റ് നേടി ഫൈനലിലെ താരമായി മാറുന്നു ഈ പറയുന്ന ഷഫാലി വർമ്മ എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. ഇനി ഇന്ത്യൻ ടീമിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു കിരീടമേന്തി നിൽക്കുന്ന ഇന്ത്യൻ ടീമിനെയാണ് നിങ്ങൾ ആ കാണുന്നത്. അവിടെ ഹർമൻപ്രീത് കൗറിനെ കാണാം, ഈ സ്മൃതി മന്ദാനെ കാണാം, ഹർലീൻ ഡിയോളിനെ കാണാം. ഹർലീൻ ഡിയോളിനുമായിട്ട് രസകരമായിട്ട് സംഭവം, ഈ കൂട്ടത്തിലെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള നോട്ടി ആയിട്ടുള്ള താരമാണ് ഹർലീൻ ഡിയോള്. കിരീടമൊക്കെ നേടിയ ശേഷം ഈ പറയുന്ന ഇന്ത്യൻ വനിതകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെഷൻ ഉണ്ടായിരുന്നു. ആ ബ്രേക്ക്ഫാസ്റ്റ് സെഷനിൽ ഹർലീൻ ഡിയോളും പോയി. അപ്പോൾ ഹർലീൻ ഡിയോൾ അതിനകത്ത് ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി ആരാമോൻ ഈ പറയുന്ന ഓരോ താരത്തിനെയും പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹർലീൻ ഡിയോളിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇയാളാണ് നോട്ടി ആയിട്ടുള്ള ആള്. നരേന്ദ്രമോദി നോക്കുമ്പോൾ ഹർലീൻ ഡിയോള് വളരെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി ചോദിച്ചു, താങ്കളാണല്ലോ ഈ കൂട്ടത്തിൽ വളരെ ഫണ്ണി ആയിട്ടുള്ള നോട്ടി ആയിട്ടുള്ള ലേഡി, പക്ഷെ താങ്കൾ വളരെ സൈലന്റ് ആണല്ലോ എന്ന്. അപ്പോൾ ഹർലീൻ ഡിയോൾ പറഞ്ഞു, സാറേ വേറൊന്നും കൊണ്ടല്ല, ഈ പറയുന്ന ഇവളുമാരെല്ലാം കൂടെ എന്നോട് പറഞ്ഞു കൊണ്ടുവന്നാണ്, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാനാണ് പോകുന്നത്, അതുകൊണ്ടൊന്ന് വായടച്ചൊന്നും മിണ്ടായിരിക്കണം, ഞങ്ങളെ മാനം കെടുത്തരുത്, ഞങ്ങളുടെ നാണം കെടുത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് വന്നു, അതുകൊണ്ടാണ് ഞാൻ മിണ്ടായിരിക്കുന്നത്. അതൊന്നുമില്ല മോളെ, നീ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നരേന്ദ്രമോദിയോട് ഈ കുട്ടി ചോദിക്കുകയാണ്, ഈ ഹർലീൻ ഡിയോൾ ചോദിക്കുകയാണ്, സാർ എനിക്കൊരു ഡൗട്ട് ചോദിക്കണമെന്നുണ്ട്. ആ പറഞ്ഞോളൂ മോളെ, പിന്നെന്താ ഡൗട്ട് വേറൊന്നുമില്ല സാർ, സാറിൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞു തരാമോ? എങ്ങനെ? അല്ല, സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞു തരാമോ? താങ്കളുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ 15 കൊല്ലമായി നരേന്ദ്രമോദി കാണുന്നതാണ്. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് നരേന്ദ്രമോദി നാണം കൊണ്ട് കുടുങ്ങുന്നത് കാണുന്നത്. ഒരു മനുഷ്യൻ നരേന്ദ്രമോദി നാണം കൊണ്ട് കുടുങ്ങുന്ന വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അതാണ് ഹർലീൻ ഡിയോൾ എന്ന് പറയുന്ന മുതലെന്ന് പറയുന്നത്. ഇനി അടുത്തതിലോട്ട് പോവാം. യെസ്, ഇതാണ് നമ്മുടെ അമോൽ മസുംദാർ, ഇതാണ് നമ്മുടെ ഹർമൻപ്രീത് കൗർ എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മാൻ ഓഫ് ദി ഫൈനൽ അല്ലെങ്കിൽ വിമൺ ഓഫ് ദി ഫൈനലിലെ താരമായി മാറുന്നത് ഞാൻ പറഞ്ഞു വെച്ചു, ഷഫാലി വർമ്മയാണ്. ടൂർണമെന്റിലെ താരം എന്നറിയപ്പെടുന്നത് അത് ദീപ്തി ശർമ്മയാണ്. ദീപ്തി ശർമ്മ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയതും ആര് തന്നെ? ദീപ്തി ശർമ്മയാണ്. 22 വിക്കറ്റുകളാണ് ദീപ്തി ശർമ്മ നേടുന്നത്. ഇനി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരമാര്? എന്ന് ചോദിച്ചാൽ പറഞ്ഞത് ലോറ വോൾവാർഡ് ആണ്. 570 റൺസ്. അപ്പൊ ലോറ വോൾവാർഡ് 570 റൺസുകൾ. ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്നത് ദീപ്തി ശർമ്മ 22 വിക്കറ്റുകൾ എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെക്കുക. ഇതാണ് നമ്മുടെ ദീപ്തി ശർമ്മ, ഇതാണ് ഷഫാലി വർമ്മ. അവിടെ പറയുന്നുണ്ട് 78 പന്തുകളിൽ 87 റൺസും 2 വിക്കറ്റും നേടുന്നു. ഇനി ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായ ടീം, ഈ പറയുന്ന വിമൻസ് വേൾഡ് കപ്പ് നമുക്കറിയാം 13 എഡിഷൻ നടന്നു. ഈ 13 എഡിഷനിൽ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായ ടീം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയ 7 തവണ ചാമ്പ്യന്മാരായി മാറുന്നു. ഇംഗ്ലണ്ട് 4 തവണയും ന്യൂസിലാൻഡ് 1 തവണയും ചാമ്പ്യന്മാരായി മാറിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യ 1 തവണ ചാമ്പ്യന്മാരായി മാറിയിട്ടുണ്ട്. ഇന്ത്യ ആദ്യമായി ലോകകപ്പിൽ പങ്കെടുക്കുന്നത് 1978 അതുപോലെ തന്നെ പറയണം 2005 2017 ഇന്ത്യ റണ്ണറപ്പായി മാറിയിരുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വച്ചേക്കുക. ഇനി നമ്മൾ പഠിക്കേണ്ട പേര് മിതാലി രാജിനെ കുറിച്ചാണ്. ഇന്ത്യൻ വനിതകൾ ഈ നേട്ടത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്മരിക്കേണ്ട പേര് മിതാലി രാജ് എന്ന പേരാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം മിതാലി രാജിനെ കുറിച്ച്. ആ മിതാലി രാജ് ലേഡി ടെണ്ടുൽക്കർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന് അല്ലെങ്കിൽ വേൾഡ് ക്രിക്കറ്റിന്, മെൻസ് ക്രിക്കറ്റിന് എങ്ങനെയാണോ സച്ചിൻ, അതിന് സമാനമാണ് വനിതാ ക്രിക്കറ്റിന് മിതാലി രാജ്. അവർ നേടിയ റെക്കോർഡുകൾ ചെറുതൊന്നുമല്ല. ഈ പറയുന്ന ഹർമൻപ്രീത് കിരീടം നേടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു, അത് മുൻ താരമായ മിതാലി രാജിന്റെ കയ്യിലാണ് കൊണ്ട് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗുരുത്വം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. മിതാലി രാജിന്റെ അവർ ആഗ്രഹിച്ചു, ഇന്ത്യൻ വനിതകൾ ഇന്ന് എവിടെയെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ മിതാലി രാജ് വഹിച്ച പങ്ക്
ചെറുതൊന്നുമല്ല. നോക്കാം നമുക്ക്. മിതാലി രാജിന്റെ സ്വദേശം എവിടെയാണ് എന്ന് ചോദിച്ചാൽ പറയണം അത് രാജസ്ഥാനാണ്. അവരെ പറ്റി പറയുമ്പോൾ ഇന്റർനാഷണൽ വിമൻസ് ക്രിക്കറ്റ്, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരമാണ് ഈ പറയപ്പെടുന്ന മിതാലി രാജ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഏകദിന മത്സരങ്ങൾ കളിച്ച താരമാണ് മിതാലി രാജ്. 232 ഏകദിന മത്സരങ്ങൾ അല്ലേ. അപ്പോൾ മിതാലി രാജിന്റെ സ്വദേശം രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരം മിതാലി രാജ്. അവരുടെ കോൺട്രിബ്യൂഷൻ കൂടുതൽ ഏകദിനത്തിലാണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഏകദിന മത്സരങ്ങൾ കളിച്ച താരം മിതാലി രാജ്, 232 ഏകദിന മത്സരങ്ങൾ. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 20 വർഷം തികച്ച ഒരേ ഒരു വനിതാ താരമേ ഉള്ളൂ, അത് മിതാലി രാജാണ്. അതുപോലെ തന്നെ പറയണം, ഈ 2 പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കണേ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസുകൾ എന്ന നാഴികയിൽ പിന്നിടുന്ന ആദ്യ ഇന്ത്യൻ താരം. അത് വനിതാ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ 3 ഫോർമാറ്റാണ്. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റ്, ടെസ്റ്റ്, വൺ ഡേ, T20. ഈ 3 ഫോർമാറ്റിലും കൂടെ 10,000 റൺസുകൾ എന്ന നാഴികയിൽ പിന്നിടുന്ന ആദ്യ വനിതാ താരം, ആദ്യ ഇന്ത്യൻ താരം. ലോകത്തിലെ ആദ്യ താരമല്ല, ആദ്യ ഇന്ത്യൻ താരം. ലോകത്തിലെ ആദ്യ താരം എന്നറിയപ്പെടുന്നത് അതൊരു ഇംഗ്ലണ്ടിന്റെ താരമാണ്. അത് വലിയ സീനൊന്നുമില്ല. പക്ഷേ ആദ്യ ഇന്ത്യൻ താരം, ലോകതാരമല്ല, ആദ്യ ഇന്ത്യൻ താരം. അപ്പൊ 3 ഫോർമാറ്റിലും കൂടി 10,000 റൺസുകൾ എന്ന നാഴികയിൽ പിന്നിടുന്ന ലോകത്തിലെ ആദ്യ താരം മിതാലി അല്ല, അതൊരു ഇംഗ്ലണ്ട് താരമാണ്. അവരുടെ പേര് ചാർലോട്ട് എഡ്വാർഡ്സ് എന്നാണ് അവരുടെ പേര്. ഓക്കെ, ലോക വിമൻസ് ക്രിക്കറ്റിൽ 10,000 റൺസുകൾ നേടുന്ന ആദ്യ താരം ചാർലോട്ട് എഡ്വാർഡ്സ് എന്ന ഇംഗ്ലണ്ട് താരമാണ്. രണ്ടാമത്തെ താരമാണ് ആര്? മിതാലി. എന്നാൽ ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ്. 10,000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. എന്നാൽ ഏകദിനത്തിൽ വരുമ്പോൾ അത് മിതാലി രാജാണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ, ഏകദിന ക്രിക്കറ്റിൽ 7,000 ഏകദിന റൺസുകൾ എന്ന നാഴികയിൽ പിന്നിടുന്ന ആദ്യ താരം മിതാലി രാജാണ്. അപ്പൊ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 7,000 ഏകദിന റൺസുകൾ എന്ന നാഴികയിൽ പിന്നിടുന്ന ആദ്യ താരമാണ് ഈ പറയപ്പെടുന്ന മിതാലി രാജ്. ഇനി അടുത്ത പോയിന്റ്, വനിതാ ഏകദിന ക്രിക്കറ്റിൽ, വനിതകളുടെ ഏകദിന ക്രിക്കറ്റിൽ 50 അർദ്ധ സെഞ്ചുറി, 50 തവണ അർദ്ധ സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം മിതാലി രാജാണ്. മൊത്തം അവർ 71 ഹാഫ് സെഞ്ചുറി. അപ്പൊ 50 തവണ. ഇവരുടെ കോൺട്രിബ്യൂഷൻ കൂടുതൽ ഒണ്ടയിലാണ്, ഏകദിനത്തിലാണ് അല്ലേ. അപ്പൊ വനിതാ ഏകദിന ക്രിക്കറ്റിൽ 50 അർദ്ധ സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരമാണ് മിതാലി രാജ്. അടുത്ത പോയിന്റ്, 6 ഏകദിന ലോകകപ്പ് കളിക്കുന്ന ആദ്യ വനിതാ താരം കൂടിയാണ് മിതാലി രാജ്. നമുക്കറിയാം 2 ലോകകപ്പുകൾക്കിടയിലുള്ള ദൈർഘ്യം എന്ന് പറയുന്നത് 4 വർഷമാണ്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 24 വർഷം കളിച്ചാൽ മാത്രമേ ഈ പറയുന്ന 6 വേൾഡ് കപ്പ് കളിക്കാൻ പറ്റൂ. സച്ചിൻ 6 വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. എന്നാൽ വനിതകളിൽ 6 വേൾഡ് കപ്പ് കളിച്ച ഏകതാരം, അത് ഏക വനിതാ താരം മിതാലി രാജ്. ഇനി ഇവർ ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഏറ്റവും കൂടുതൽ തവണ ഏകദിന മത്സരങ്ങൾ നയിച്ച ക്യാപ്റ്റനാണ് മിതാലി രാജ്. ഇവർ ഏകദിനം 232 ഏകദിനം കളിച്ചു. അതിൽ 155 തവണയും ക്യാപ്റ്റൻസി ആയിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ഏകദിന മത്സരങ്ങൾ നയിച്ച ക്യാപ്റ്റനാണ് മിതാലി രാജ്. 185 ഏകദിനത്തിൽ ഇന്ത്യയെ നയിച്ചിട്ടുണ്ട്. അടുത്ത വ്യക്തിയിലേക്ക് പോവാം. യെസ്, ദ ക്യൂൻ ഓഫ് ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീം ആരാണ്? സ്മൃതി മന്ദാന. അറിയാമല്ലേ, സ്മൃതി മന്ദാനയെ പറ്റി അറിയണം. ഈ പറയുന്ന വിരാട് കോഹ്ലിക്ക് സമാനമായ ഒരു സ്റ്റേറ്റസ് ആണ് ആർക്കുള്ളത്? വിമൻസ് ക്രിക്കറ്റിൽ ഈ പറയുന്ന സ്മൃതി മന്ദാനയ്ക്കുള്ളത്. ദ ക്യൂൻ ഓഫ് കിങ് കോഹ്ലി എന്നാണ് കോഹ്ലി അറിയപ്പെടുക. ദ കിങ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്, കിങ് കോഹ്ലി എന്നറിയപ്പെടുന്ന ഇത് സ്മൃതി മന്ദാന അറിയപ്പെടുന്നത് ദ ക്യൂൻ ഓഫ് ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീം. നോക്കാം, സ്മൃതി മന്ദാനയുടെ സ്വദേശം മഹാരാഷ്ട്രയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനാണ് സ്മൃതി മന്ദാന. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും വൈസ് ക്യാപ്റ്റനാണ് സ്മൃതി മന്ദാന. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 3 ഫോർമാറ്റ്, ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റ് അറിയാലോ, ടെസ്റ്റ്, വൺ ഡേ, T20. ഈ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സ്മൃതി മന്ദാന. അപ്പൊ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സ്മൃതി മന്ദാന. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ഈ പറയുന്ന സ്മൃതി മന്ദാനയാണ്. 17 സെഞ്ചുറികൾ. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു താരത്തിന്റെ റെക്കോർഡിനൊപ്പം എത്തി. മെഗ് ലാനിങ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ താരമുണ്ട്. അവർക്കും 17 സെഞ്ചുറിയാണുള്ളത്. ഈ മെഗ് ലാനിങ് 2023 വിരമിക്കുന്നുണ്ട്.
ഈ സ്മൃതി മന്ദാനയ്ക്ക് പ്രായം 29 വയസ്സുള്ള, അവർക്ക് ഇനി ടൈം ഉണ്ട്. അപ്പോൾ ഇപ്പം മെഗ്ലാനിങ്ങിന്റെ റെക്കോർഡിനൊപ്പം എത്തി, ഉടനെ തന്നെ അവർ ബ്രേക്ക് ചെയ്യും. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം എന്ന റെക്കോർഡ് മെഗ്ലാനിങ്ങിന്റെയും അതുപോലെ തന്നെ സ്മൃതി മന്ദാനയുടെ പേരിലാണ്, 17 എണ്ണം. ഇനി ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം, ഇത് ശരിക്കും പറഞ്ഞാൽ വിരാട് കോഹ്ലി, കിങ് കോഹ്ലിയുടെ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തത്. വിരാട് കോഹ്ലി ആയിരുന്നു ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും ഫാസ്റ്റ് സെഞ്ചുറി നേടിയത്. 52 പന്തുകളിൽ സെഞ്ചുറി ഓസ്ട്രേലിയക്കെതിരെ. അതിനെ ആര് ബ്രേക്ക് ചെയ്തു? സ്മൃതി മന്ദാന ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം ഏറ്റവും റീസെന്റ് ആയിട്ട് ഓസ്ട്രേലിയക്കെതിരെ വെറും 50 പന്തുകളിൽ സെഞ്ചുറി നേടുന്നു. അടുത്ത പോയിന്റ്, ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം, ഒരു വർഷം അല്ലേ, ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസുകൾ നേടുന്ന താരം എന്ന റെക്കോർഡ് ഈ പറയുന്ന സ്മൃതി മന്ദാനയ്ക്കാണ്. 2025 അവർ ആകെ മൊത്തം 1362 റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ ഒരു വർഷം, ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരം എന്ന റെക്കോർഡ് സ്മൃതി മന്ദാനയുടെ പേരിലാണ്, 1362 റൺസുകൾ. അടുത്ത പോയിന്റ്, 2024 ICCയുടെ ഏറ്റവും മികച്ച വനിതാ ഏകദിന താരമായി തെരഞ്ഞെടുക്കപ്പെട്ടതും ഇതേ സ്മൃതി മന്ദാനയാണ്. അത് 2024 പെർഫോമർക്ക് പുരസ്കാരം കൊടുക്കുക 2020 ജനുവരിയിലാണ്. അങ്ങനെ ജനുവരിയിൽ പ്രഖ്യാപിച്ചപ്പോൾ 2024 ICCയുടെ ഏറ്റവും മികച്ച വിമൺസ് ODI പ്ലെയർ, വനിതാ ഏകദിന താരം സ്മൃതി മന്ദാനയായിരുന്നു. ദെൻ ദ ലാസ്റ്റ് വൺ, ജുലൻ ഗോസ്വാമി. എടാ, മിതാലി രാജ് ബാറ്റർ ആണെങ്കിൽ ജുലൻ ഗോസ്വാമി ബൗളിങ്ങിലാണ് കിടിലം. അതായത് ഹർമൻപ്രീത് കൗർ ആദ്യം കൊണ്ട് കിരീടം കൊണ്ട് കൊടുത്ത ട്രോഫി കൊണ്ട് കൊടുത്തത് സ്മൃതി നമ്മുടെ മിതാൽ രാജിന്റെ കയ്യിലും, രണ്ടാമത് കൊണ്ട് കൊടുത്തത് ജുലൻ ഗോസ്വാമിയുടെ കയ്യിലുമാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം ജുലൻ ഗോസ്വാമി, 255. അപ്പൊ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം എന്ന റെക്കോർഡ് ജുലൻ ഗോസ്വാമിയുടെ പേരിലാണ്, 255 വിക്കറ്റുകൾ എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. സെറ്റല്ലേ? അപ്പൊ ഇതോടുകൂടി വിമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഹ്യൂജ് ടോപ്പിക്ക് നമ്മൾ അടിച്ച് പൊളിച്ച് സെറ്റാക്കി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ വനിതകളുടെ എലിവേഷനാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ്, ഇതിൻ്റെ നോട്ട്സ് മറ്റു കാര്യങ്ങൾ ലഭിക്കാനായിട്ട് നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു സെഷനിൽ കണ്ടുമുട്ടാം, മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.